ഇന്ന് നമ്മളെ നഴ്സറിയിലുള്ള കിഡിലും കുറച്ച് വെറൈറ്റി റോസുകളും സെയിലിന് കൊണ്ടുവന്ന, അതായത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കുറേ പ്ലാന്റുകളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അതാണ് ഇത്തരത്തിലുള്ള നല്ല കിഡിലും വെറൈറ്റി റോസുകൾ, സമ്മർ സ്നോ റോസ്, അതേപോലെ തന്നെ നല്ല ബഡോട് കൂടിയിട്ട് ചെറിയ കവറിനകത്തുള്ള റോസ്, വലിയ കവറിനകത്തുള്ള റോസ്, മീഡിയം സൈസ് കവറിനകത്തുള്ള റോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് 30 രൂപ മുതൽ ഏകദേശം 100 രൂപ വരെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ചെടികൾ വാങ്ങാനായിട്ട് സാധിക്കും. അത് രണ്ടാം കുറ്റിയിൽ കുമാർ നഴ്സറി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിനിണങ്ങിയ റോസ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി സെലക്ട് ചെയ്ത് വാങ്ങി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വള്ളി റോസിൻ്റെ തൈ ഉൾപ്പെടെ, അതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വള്ളി റോസാണ്, സ്ഥിരമായിട്ട് പൂക്കുന്നുണ്ട്. വാങ്ങിയ കുറേ ആളുകൾക്ക് തൈ കിട്ടിയിട്ടുണ്ട്. റെഡ് വള്ളി റോസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നാടൻ വെറൈറ്റി റോസ്, പനിനീർ റോസ്, അതേപോലെ തന്നെ പച്ച 1-2 ഉള്ളൂ, നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി ചുമ്മാ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതേപോലെ തന്നെ കുറേ അല്ലാറ ചെടികൾ, അതേപോലെ തന്നെ നല്ല കിഡിലം കുറച്ച് ഇൻഡോർ പ്ലാന്റുകൾ, അതേപോലെ തന്നെ ഏതാണ്ട് കലാത്തിയുടെ പുതിയ വെറൈറ്റി ഒരു കലാത്തിയ, അതേപോലെ തന്നെ കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ്, കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറേ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയുക, കുറച്ച് ചെറിയൊരു ഡിസ്പ്ലേ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതിനകത്ത് ആന്തോറിയംസ് ഉണ്ട്, ഫേൺ വെറൈറ്റീസ് കുറച്ചുണ്ട്, അതേപോലെ തന്നെ റോസ്, അതാണ് നമ്മളെ മെയിൻ. പലരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങളവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്, അല്ലേ? പഴവർഗ്ഗ തൈകൾ, ലിപ്സിക് അഗ്ലോണിമ മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളുണ്ട്. താണ്ട് ഇത് ബ്രാൻഷ്യാനം, അതേപോലെ തന്നെ ലൂപ്പിനം, ഫിലോഡൻട്രൻ വെറൈറ്റീസ്, കുറച്ച് റെയറായിട്ടുള്ള ആന്തൂറിയംസ്, ഫോളിയേജ് ആന്തൂറിയംസ്, അതേപോലെ തന്നെ താണ്ട് ഇത് നമ്മൾ എപ്പിപ്രിമിനം പിനാറ്റം വേരിഗേറ്റഡ്. ട്രിവാൻഡ്രത്തേക്ക് ഒരു ചേച്ചിക്ക് തന്നെ ഒരു ബൈ ഹാൻഡ് കാറിൽ ഞങ്ങൾ ഇവിടുന്ന് കൊടുത്ത് വിടുന്നുണ്ട്. NH എവിടുന്നേലും പ്ലാന്റ് വാങ്ങും. അതേപോലെ തന്നെ സമ്മർ സ്നോ റോസ്, അതേപോലെ കൃഷ്ണനാലും ആ ചേച്ചിക്ക് ഒരെണ്ണം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സമ്മർ സ്നോ റോസസ്, അതേപോലെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം യാദർച്ഛികമായിട്ട് ആർക്കെങ്കിലും അത്യാവശ്യം ഇപ്പം എവിടുന്നെങ്കിലും സാധനം വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പാക്ക് ചെയ്ത് കൊറിയർ അയക്കുമ്പോഴത്തേക്ക് കൊറിയറുകാരുടെ പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. ഒന്നാമത്തെ കാര്യം. പിന്നെ സേഫായിട്ട് പ്ലാന്റുകൾ എത്താൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലേ? ഇത് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. എനിക്ക് വന്നാലും ഇങ്ങനെയാണ് വരുന്നത് പല സാധനങ്ങളും. അന്നേരം അതിനിപ്പോൾ ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് ഇടയ്ക്കൊരു വണ്ടി ഇതുവഴി പോകുന്നുണ്ട്. അതിന് അവർക്കൊരു ചെറിയ ഡെലിവറി ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവരിത് കൊണ്ടുവരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം നമ്മളൊരെണ്ണം സാമ്പിൾ അയച്ചപ്പോൾ സേഫായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് മലപ്പുറം ഭാഗത്ത് ഒരു പാർട്ടിക്ക് നമ്മളൊരു പാഴ്സൽ ആ വണ്ടിയിൽ കൊടുത്തു വിട്ടത് സേഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം വേണമെന്ന് പറയുകയാണെങ്കിൽ NH അവർ ട്രാവൽ ചെയ്യുന്നത്, എറണാകുളം അതേപോലെ ആ വഴിയാണ് പോകുന്നത്. ഓക്കെ, അന്നേരം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ അയക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ അവരുടെ വണ്ടി. അന്നേരം മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ സേഫായിട്ട് അതേപോലെ കയറ്റി വിടാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡെലിവറി ചാർജ് അവർക്കുണ്ട്. എന്നാലും സേഫായിട്ട് പ്ലാന്റ് എത്തും, കൊറിയറിലാക്കി നശിപ്പിച്ച് കളയണ്ട. അന്നേരം അതാണ്ടല്ലേ. അന്നേരം ഇതേപോലെയുള്ള റോസുകളാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ റോസിനകത്ത് ആളുകൾ നുള്ളിപ്പറക്കി എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ശ്രീലങ്ക മുല്ലയാണ് ഇത് കേട്ടോ, സിലോൺ മുല്ല എന്നറിയപ്പെടുന്നത്. എന്നും പൂവുണ്ട്, മണമില്ല, പക്ഷേ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അതേപോലെ തന്നെ പെറ്റൂണിയ ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ലോഡിൽ പുതിയത് വരും. അതേപോലെ തന്നെ അതാണ്ട് മഞ്ഞ റോസ്, കാശ്മീർ റോസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അവിടെ. വരുന്നവർക്ക് കാണാനും വാങ്ങാനും ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന് കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് ഒന്ന് വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. രണ്ടാം കുറ്റിയിലാണ് ശാരദ കല്യാണ മണ്ഡപം, അതിനടുത്ത് കുമാർ നഴ്സറി വരിക. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കണ്ട് വാങ്ങിയെടുത്തിട്ട് പോവാം. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.